അപ്പം റെസ്റ്റോറേഷൻ പാർട്ടിട്ടു ഇനി വീരയാണ് കഴിയുന്നത്. ഇത് മൊത്തം ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വഴിയെ കണ്ട അറിയാലോ എനിക്ക്. ഇത് മൊത്തം സെറ്റായിട്ടുണ്ട്. കണ്ടാ നേരത്തെ കോലം വെച്ച് നേരത്തെ വീഡിയോ നോക്കിയാൽ മതി. ഇപ്പം തന്നെ അന്ന് മഴ ആയതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കണ്ടു കാണത്തില്ല. നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ളത് ക്ലീനായില്ലേ? ഇനി അടുത്ത് ഇവനെയാണ് എടുക്കുന്നത്. ഇവൻ്റെ ഇപ്പോഴത്തെ കോലം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞ കോലം കാണിച്ചു തരാം. ഓക്കെ, ഇത് കുറച്ചും കൂടെ അകം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിപ്പോൾ നമുക്കിവിടെ നിന്ന് ബസ് ഇറക്കി കൊണ്ട് പോയിട്ട് ക്ലീൻ ചെയ്യാൻ മൊത്തം. ഇവിടെ ഒരു ചെറിയ ലീക്കുണ്ട്. മഴ പെയ്തപ്പോൾ ഞാൻ കണ്ട്. ഇപ്പോഴത്തെ അത് ആയിട്ട് എന്തോ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക്. ഈ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് മൊത്തത്തിൽ കാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പം എനിക്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് പരിപാടി ഉഷാറായിട്ട് നടക്കുന്ന ഒരു ചോദിച്ചു. നോർമലുള്ള ചോദിച്ചാൽ മതി. അത് മതി, അത്ര മതി. അല്ല, ഏണി അങ്ങോട്ട് വെക്കാം. അങ്ങോട്ട് അവിടെ വെച്ചു. ആ, നമ്മൾ ഇതിൻ്റെ എങ്ങനെ തുടക്കുന്നുണ്ടെങ്കിൽ അതുമില്ല. ആ ബ്രഷും കാര്യങ്ങളും എടുത്താരാ? ബ്രഷ് സോപ്പ് കഴിക്കണോ? സോപ്പ് ഇത് ഒഴുക്കിയിട്. അപ്പൊ പോകുന്നുണ്ടല്ലോ സോപ്പ് പൊടി. ഓക്കെ, സോപ്പ് പൊടി. എനിക്ക് അതിനോട് ബ്രഷാണ്. ഈ ബ്രഷ് ഇതൊക്കെ കളഞ്ഞിട്ട് പുതിയ മോഡലാക്കണം. ഇതിൻ്റെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടില്ലല്ലോ. ആ, അതിൻ്റെ ഇത് വിട്ടിറക്കാം, ക്ലാമ്പ് വിട്ടിറക്കാം. ഇവൻ പെട്ടെന്ന് വിട്ടാണ് കേട്ടോ. അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിച്ചത്. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാണിച്ചത്. മറ്റേ കളർ കോഡ് അടിക്കാൻ കളർ കോഡ് വേണ്ടായിരുന്നു. ഫുള്ള് വായിക്കാൻ മതി. ക്ലാമ്പ് വിട്ട് ക്ലാമ്പ് എടുത്തോ. ആ തുണി അല്ലേ? തുണി എടാ അകത്ത് മറ്റേ വണ്ടിക്കകത്ത് ഒരെണ്ണം ഇരിപ്പുണ്ടോ തുണി? ഏത്? ആ വണ്ടിക്കകത്ത്. അതെ, ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചുവിടാൻ. അപ്പം ഗ്ലാസ്സിൽ ഇത് പോയിട്ടുണ്ട്. ആ റെഡ് സീഡാ അത് കഴിയായിരുന്നോ? ഇല്ല, ബ്രഷ് ഇട്ട് കഴിയണം. ഈ സൈഡൊന്ന് പിടിച്ചത് ഒരു കോണിൽ പിടിക്കും. പിടിച്ചോളാം, ഇട്ടിട്ടൊന്നും പോയത് പെന്നിട്ട്. ഒന്നുകൂടെ കയറാൻ പോകും. പിടിച്ചോളാം. കയറി. ഗ്ലാസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി പടപടന്ന് ചെയ്യും. അപ്പം ഫ്രണ്ട് ഭാഗമൊക്കെ ഒരു ഞാൻ മണ്ടക്കത്ത് അത് ആകണം, ഇതും ആക്കണം. ഏണി എത്തുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ടച്ച് ചെയ്യാം. ഫ്രണ്ട് ഓക്കെ ആയില്ലേ? ഇനി സൈഡ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് അടിച്ച് ഇവിടെ ഇത്തിരി അടിച്ച്
ഒഴിച്ച് വിട്ടേക്കാം. നേരത്തെ മഴയല്ല, നേരത്തെ ആണെങ്കിലേ നമുക്ക് തുടച്ചു വിട്ടാൽ മതി. അഴുക്ക് വരുന്നില്ല അവിടെ നിന്ന്. എൻ്റെ അഴുക്കുണ്ടോ എൻ്റെ അത്? ആ ബീഡിങ്ങിൻ്റെ അത് അല്ലേ? ഓസ് എടുക്കാൻ പറയാം. ഓസ് എടുക്കാനാണ് പറഞ്ഞില്ല അത് പറഞ്ഞു ആകുമ്പോഴേ കാപ്പി ഇങ്ങോട്ട് ഇട്ടാൽ മതി. വെള്ളം പോയി എടുക്കണ്ടേ അടിക്കുകയും ചെയ്യും അല്ലേ? വെള്ളത്തിൻ്റെ അംശം കൊണ്ടുപോയി അവിടെ ഇത്തിരി വെള്ളത്തിൻ്റെ അംശം കൊടുക്കും. അതുണി മഴയാതൊരു കല്യാണമൊക്കെ മാറ്റിയിരിക്കണം. ചോദിക്കാൻ പറ്റില്ല. അപ്പം ഓസ് കണക്ട് കാണിക്കാം. ഇപ്പം ഈ സൈഡ് ഇത്ര ആയിട്ടുള്ള കാണിച്ചിട്ട് ഞാൻ അവിടെ ആ ബാക്കിലെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വേണം ഓസ് എടുക്കാൻ. രണ്ടിൻ്റെ നേരത്തെ ഓരോന്ന് കാണുന്നത്. അപ്പം ഇതേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എവിടാ? അവിടെ ഇത്തിരി വെള്ളം വേണ്ടി വരും. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇതൊരു പിടുത്തമില്ല. ഇവിടെ വെച്ചേക്കണേ. എവിടാ? ഒഴിച്ചു വെച്ചിടാം. ബ്രഷ് ഇട്ട് ബ്രഷല്ലേ? ബ്രഷ് നീല ബ്രഷ് അല്ലല്ലേ? ഇതിങ്ങനത്തെ കുറച്ച് പാട്, ഇങ്ങനെ കുറച്ച് പാടുണ്ട്. ഇത് പോകണം. തുണീച്ച് പോകുന്നുണ്ട്. പോകുന്നല്ലോ. നീ വെള്ളം ഒഴി. ഒരു മണിക്ക് ചേർക്കാതെ അതിന് ഓട്ടം വരുവാണെങ്കിൽ ഒരു ശരി. ഇനിയൊക്കെ ഇങ്ങോട്ട് അപ്പം ക്ലീൻ ആവുന്നുണ്ട്. പോകണ്ടല്ലോ. ആവശ്യമുള്ളപ്പോൾ മഴയൊന്നും വെച്ചില്ലല്ലേ? അല്ലാത്തപ്പോൾ ചുമ്മാ മഴ പെയ്യും. ഞാൻ വിളിച്ചു വെച്ചില്ല. ആ മണ്ണ ചേരുന്നുണ്ടോ? ഇതിനുണ്ട്. ഈ വണ്ടിയുടെ പാടാ കേട്ടോ. ഇത് അയക്കൊന്നുമില്ല കേട്ടോ. ഇതുണ്ടോ? ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളർ തോന്നിക്കുന്നുണ്ട്. കണ്ട ആ വണ്ടിയുടെ ഇതടിക്കുന്നത്. ഞാനോർത്ത് ഇത് അടിച്ചു. സൈഡ് എന്തായാലും നോക്കിട്ട് വരാം. ഞാൻ അപ്പുറത്തെ സൈഡ് നോക്കിട്ട് വരാം കേട്ടോ. ആ ശരി. പിള്ളേരൊക്കെ പവറൊക്കെ ഉണ്ട്. വെള്ളം വേണം അല്ലേ? അതെ. അവിടെ ഇപ്പം എൻ്റെ അവിടെ തീരാറാ അറ്റം വരെ.
വെള്ളം വേണം. തുണി ഉണ്ട്. അടുത്ത പ്ലാനിങ് എന്ന് വെച്ചാൽ ഇവന്മാരെ കഴുകിക്കൊണ്ട് ഇവന്മാർ രണ്ടിനെ ഇതിൻ്റെ താഴെ വെയിലുണ്ട്, അതിൽ മെക്കാനിക്കിനൊക്കെ അടി കയറി എയറും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ടോറസ് ഫ്രണ്ടിൽ വിട്ടുകൊണ്ട് ഇവന്മാരെ ഇറക്കാനാണ്. ഇറക്കിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഇവനെ പണി ഇതെല്ലാം സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇവനായിരിക്കും ഇറങ്ങുന്നത്, അത് കഴിഞ്ഞിട്ട് പയ്യെ ഇവൻ ഇറങ്ങത്തുള്ളൂ. ഇതിന് കുറച്ച് പേപ്പറാവാനുണ്ട്, ഇതിന് പേപ്പറും കുറച്ചും കൂടെ ഉള്ളു. ഇത്ര ഒരു കുറച്ച് ഹ്യൂജ് എമൗണ്ടേ ഉള്ളൂ. ഇവനെ അത് ഇറക്കി കഴിഞ്ഞിട്ട് ഇവനെ പയ്യെ ഇറക്കും. അതിങ്ങനെ ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ കുറച്ച് നാൾ ഓടിച്ചിട്ട് ഇതിനെ രണ്ട് സെയിലാക്കിയിട്ട് തന്നെ ഇറക്കാം. സെക്കൻഡ് നല്ലൊരു വണ്ടി അത് നോക്കിയിട്ടെടുക്കാം. നമ്മൾ ഈ ഫീൽഡ് വന്നിട്ട് ഇപ്പം 24 വർഷമായി. അല്ലാതെ 19 വരെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നിൽക്കാം. നമ്മളിവിടെ 2019 ആ ടൈമിൽ 2019 കഴിഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മൾ ട്രാവലറിൻ്റെ കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബസ്സിൻ്റെ കാര്യം മാത്രമേ നമുക്കൊരു പ്രശ്നത്തിൽ കിടക്കണം. ഇപ്പോൾ ഇറങ്ങി പവറായിട്ട് 2 ഏക്കന്മാർ ഇറങ്ങുന്നതായിരിക്കും. ഇല്ല ഇത് ഒരു വഴിയില്ലല്ലേ? അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് അടുത്ത കട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും. ഈ സൈഡിലായി, ആ സൈഡ് വർക്ക് കഴിഞ്ഞു. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വരട്ടാണ് മണ്ടവശം കഴിയുന്നത്. ഓഫീസ് അത് വേണം നടക്കണ്ട, അതിൽ സോപ്പൊന്നും വേണ്ട നമുക്ക്, വേറെ ഇരിപ്പില്ല. പിന്നെ ചെയ്യാം, പിന്നെ ആക്കാം. ഒരു മിനിറ്റ്, ഇത് കഴിക്കണ്ടല്ലോ. ഈ സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട്. റോഡിൽ കൂടെ പോകുമ്പം ആൾക്കാരൊന്നും പറയത്തില്ല, മനസ്സിലായ പാല് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്തായാലും ഇതിനൊക്കെ ഡീറ്റെയിൽ വാഷ് വേണം. ഇത് സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ട് കൊടുത്ത് എന്തായാലും പെയിൻ്റ് അടിക്കും. പിന്നെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതിനൊക്കെ മതിയെന്നാണ് ഒരു നിഗമനം. കുഴപ്പമൊന്നുമില്ല. നേരത്തെ പോലെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടാൽ ഇപ്പം 3ാമത്തെ വീഡിയോ ഉണ്ട്. 3 ഇത് 4ാമത്തെ വീഡിയോ. ഇന്നലെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തായിരുന്നു, അതുണ്ട്. അത് ചാനലിൽ കിടപ്പുണ്ടായി, കയറി കാണും. അപ്പം കഴുകി സെറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ. വണ്ടി ഏതൊരു വീഡിയോ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ നോക്കി മൊത്തം ക്ലീനാക്കി സെറ്റാക്കി ഗ്ലാസ് എന്തായാലും ഒന്നും കൂടെ കഴുകണം. ഞങ്ങളെല്ലാം ശരിയാകത്തില്ല, ആ റോഡിൽ കൂടെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ്. ഇവിടെ ക്ലീനായി, ഈ വണ്ടി സെറ്റായി, ഈ വണ്ടി സെറ്റായി. സെറ്റായി. അപ്പം വണ്ടി രണ്ടും സെറ്റായ രീതിക്ക് ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞ് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്ക്. അപ്പോൾ അവർ മെക്കാനിക്ക് കയറി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട്. അടുത്ത വീഡിയോ കോൾഡ് സ്റ്റാർട്ടാണ്. 2, 4 ഈ വണ്ടിക്ക് 3 ബാറ്ററി, അപ്പോൾ അതിന് 2 ബാറ്ററി. അപ്പോൾ അത്ര ബാറ്ററി വേണം നമുക്ക്. ആ ബാറ്ററി ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ സംഭവം കൂടെ കാണിച്ചു തരാം. പിന്നെ സെറ്റൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സെറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ കേൾപ്പിച്ചു തരാം. ഇത്ര വർഷം കടന്നതല്ലേ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വരുമല്ലോ എനിക്കറിയത്തില്ല. സെറ്റൊക്കെ കാണിക്കാം. പിന്നെ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്കൊരു പേടിയുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ
ഇവിടെ ആമ്പ് ഊരിക്കൊണ്ട് പോയതിൻ്റെ വയറെല്ലാം താഴത്തോട്ട് കിടക്കും. ഈ ബാറ്ററി കുത്തുമ്പോഴത്തേക്ക് സ്വിച്ച് ഇടുമ്പോൾ ഷോർട്ട് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. മുട്ടി കിടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് വർക്കുകാരെ വിളിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് നോക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ വേണം, മെക്കാനിക്കൽ വേണം. അപ്പം ഇത്രയും പരിപാടിയുണ്ട്. ഡോറിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം വണ്ടിയെല്ലാം സെറ്റായില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പം വണ്ടി ഇങ്ങനെ പക്കായില്ലേ? ഇത് ഇത്തിരി ലേറ്റായി വീഡിയോ. ഞാൻ വീഡിയോ വരാമെന്ന് പറഞ്ഞാൽ കുറേ ഇറങ്ങിയാണ് എന്തുവാ വീഡിയോ വരും പിന്നെ ഇത്തിരി ലേറ്റായിപ്പോയി. ഞാനില്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ RTOയിൽ ഇതൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇത് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോ വരുന്നതാണ്. ഇവിടെ ബാറ്ററി ഇവിടെ കേൾക്കാം. ഇതിൻ്റെ ബാറ്ററി ഇവിടെ ഇതിന് പാർക്കാണ്. ഹൈഡ്രോളിക്കൊക്കെ പക്ക വർക്കിങ്ങാണ്, വേറെ പ്രശ്നമുണ്ട്. ഓക്കെ, സെറ്റ്. പിന്നെ മൂന്നാമത്തെ ബാറ്ററിയുടെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ബാറ്ററി കൊണ്ട് അവിടെ ആയിട്ട് വയർ വെക്കുന്നുണ്ട്. മൂന്നാമത്തെ ബാറ്ററി. അപ്പോൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.